സുർജിത്ത് അയ്യപ്പത്തിലേക്കാണ്. ഇനി ലക്കിടിയിൽ നിന്നാണ് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നത്. സുർജിത്ത്, അവിടെ നിലവിലെ അവസ്ഥ എന്താണ് സുർജിത്ത്? ഞാൻ ലക്കിടി ഇവിടെയാണ് നിൽക്കുന്നത്. അതായത് ലക്കിടി കവാടത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ കാണാം വാഹനങ്ങളുടെ നീണ്ട നിര. ഇവർ രാവിലെ മുതൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ആളുകളാണ്. കനത്ത രീതിയിലുള്ള മഴപ്പെയ്ത്താണ് സംഭവിക്കുന്നത്. തൊട്ട് താഴെയാണ് കോഴിക്കോട് ജില്ലയുടെ ഭാഗമായുള്ള സ്ഥലത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ആ മണ്ണിടിച്ചിൽ വീണ്ടും ആവർത്തിക്കുന്ന അനുഭവം, അത് റോഡിലേക്ക് ശേഷിക്കുന്ന കല്ലൊക്കെ താഴേക്ക് പതിക്കുന്ന ഒരു അനുഭവം അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ജില്ലാ ഭരണകൂടം, വയനാട് ജില്ലാ ഭരണകൂടം കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥ സംഘമൊക്കെ ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം അടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടെ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഇങ്ങനെ റോഡിലേക്ക് കല്ലുകൾ വീഴുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പക്ഷേ കനത്ത മഴയാണ്, ഇടവിട്ട് ശക്തമായ മഴയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതേസമയം ഈ നേരത്തെ ടി സിദ്ദിഖ് MLA പറഞ്ഞ ആ ഒരു വിഷയം അതിവിടെ നിൽക്കുന്നുണ്ട്. ആളുകളെല്ലാം തന്നെ ആ അതിർത്തി അറിയിക്കുന്നുമുണ്ട്. കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാരും തന്നെ എത്തിയിട്ടില്ല. ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ മാത്രമാണ് ഇവിടേക്ക് എത്തിയത്. ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 6:45 മണ്ണിടിച്ചിലാണ്. ആ മണ്ണിടിച്ചിലുണ്ടായിട്ട് പോലും ഒരു ഉദ്യോഗസ്ഥ സംഘം ആരും ഇവിടേക്ക് എത്താത്ത ഒരവസ്ഥയുണ്ട്. സ്വാഭാവികമായും അത് വലിയ വിമർശനമായി ആളുകൾ ഉയർത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇവരൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി വന്ന ആളുകളാണ്. ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. പലരും ഈ കുറ്റ്യാടി ചുരം അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സമാന്തര പാതകൾ തേടിയുള്ള യാത്ര നടത്തി കഴിഞ്ഞു. പക്ഷേ പലരും കുടുങ്ങിപ്പോകുന്ന ഒരു അനുഭവം കൂടിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്ര വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്ത് ഇടവിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ 2 വീലർ യാത്രക്കാർ അടക്കം ഇവിടെ ധാരാളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതാണ് അനുഭവം. ഒരു മാർഗവുമില്ലാത്ത സ്ഥിതി, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതി. ആ വിധത്തിലുള്ള ഒരു മഴപ്പെയ്ത്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലൂടെയാണ് ആളുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ലക്കിടി കവാടത്തിൻ്റെ തൊട്ടടുത്താണ്. അതായത് വയനാട് ജില്ലയുടെ അതിർത്തി ഇവിടെയാണ്. ഇതിനപ്പുറത്തേക്ക് കോഴിക്കോട് ജില്ലയാണ്. ഈ കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ ഒരു വലിയ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ട് പോലും അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരാരും, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇതുവരെയായി തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്ന പശ്ചാത്തലമാണുള്ളത്. നിങ്ങളൊക്കെ എവിടേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വന്നു? നിങ്ങളിവിടെ അടിവാരത്ത് ഇവിടെ കുറച്ച് ഒരു 10-15 കിലോമീറ്റർ ഇറങ്ങിയാൽ മതി. രാവിലെ ഒരു 8:30 വന്നത്. 8:30 കൂടെ കയറിയപ്പം ബ്ലോക്കില്ലായിരുന്നു, ഇപ്പം ബ്ലോക്കായി. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലല്ലല്ലോ പോകുന്നത്. തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. കുറച്ചും കൂടി പ്രശ്നമായി. ഇത്രയും പെട്ടെന്ന് നമ്മൾ വഴി ഉണ്ടായി തരണം പോകാൻ. വേറെ വഴിയില്ല പോകാൻ. കുറ്റ്യാടി പോയി ഇവിടുന്ന് അടിവാരത്തേക്ക് ഇറങ്ങാൻ 500 രൂപേൻ്റെ ഓട്ടത്തിന് വന്നിട്ട് 1500 രൂപേൻ്റെ ബേസിലടിച്ച് പോകാനാവില്ല. ഓട്ടോ ഡ്രൈവറാണ്. ഇങ്ങനെ ആളുകളൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. ഓട്ടോ ഡ്രൈവർമാരുണ്ട്, രോഗികളായിട്ടുള്ള ആളുകളുണ്ട്, കുട്ടികളുമായി എത്തിയ ആളുകളുണ്ട്. ഇവരൊക്കെ ഈ ചുരംപാതയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി വന്നവരാണ്. ഇവരൊക്കെ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. നിങ്ങൾ എവിടേക്ക് വന്നതാ? എനിക്ക് താമരശ്ശേരി. അതെ, കിട്ടു അറിയില്ല. രാവിലെ ഇങ്ങോട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ ഒന്നുമില്ലായിരുന്നു. ഭക്ഷണം ഇവിടുന്ന് കിട്ടാനാ ഒന്നുമില്ല. 3 മണിക്കൂറാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു വഴിയില്ല. കാരണം നമ്മൾ അങ്ങോട്ട് കടത്തി വിടുകയാണെങ്കിൽ നടന്നു പോയായിരുന്നു. അതും വിടുന്നില്ല. ശരി സുർജിത്ത്, ഏതായാലും അവിടെ അപകട ഭീഷണിയുള്ള പശ്ചാത്തലത്തിലാണ് ആളുകളെ അവിടേക്ക് പ്രവേശിപ്പിക്കാത്തത്. പക്ഷേ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അവിടേക്കുള്ള ഗതാഗതത്തെ ആകെ അത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ്